ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്നൊരു ബ്യൂട്ടിഫുൾ സൺഡേ മോർണിംഗ് ആണ്. ഇന്ന് ഞങ്ങളെല്ലാവരും നേരത്തെ എണീറ്റിട്ടുണ്ട്. അപ്പം ഞാൻ സൂക്കി ഇവിടെ വെറുതെ പുല്ലിൻ്റെ ഇടയിലൊക്കെ നടക്കാൻ വന്നതാണ്. എൻ്റെ രാവിലത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ ഉണ്ടെങ്കിൽ പറിക്കുക എന്നുള്ളതാണ്. ശരിക്കും എൻ്റെ ഗാർഡൻ ഫുള്ള് റൂവിനായി പോയിട്ടോ. നമ്മൾ കുറച്ച് കാലത്തേക്ക് ഇവിടെ ഇല്ലാണ്ടായപ്പോഴത്തേക്കും എൻ്റെ പല കളക്ട് ചെയ്ത് വെച്ചിരുന്ന പ്ലാന്റ്സും പോയി. അപ്പോൾ അതിന് ശേഷം എനിക്ക് പുറത്തേക്ക് ഇറങ്ങാനൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഈ അടുത്തായിട്ട് എനിക്ക് ഇറങ്ങുമ്പം കുറച്ചൊക്കെ ഇഷ്ടമാണ്. ബിക്കോസ് മഴയൊക്കെ ആയിട്ട് കുറച്ച് എന്തൊക്കെയോ നേറ്റീവ് ചെടികളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മഞ്ഞപ്പൂവ് ഇവിടെ ഒറ്റയ്ക്ക് ഉണ്ടായതാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പൂവ്. എനിക്കിങ്ങനെ പൂക്കൾ കിട്ടിയാൽ വെറുതെ തലയിൽ കൊണ്ട് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് സൂക്കിക്ക് വെറുതെ കൊടുത്തു നോക്കിയതാണ്. സൂക്കി തിന്നൊന്നുമില്ല, പക്ഷെ വെറുതെ. എൻ്റെ ഈ ഡ്രസ്സിന് പോക്കറ്റ് ഉണ്ട് കേട്ടോ. എൻ്റെ ഒരു ഫേവററ്റ് നൈറ്റിയാണിത്. നമുക്കിവിടെ കൊതുകിൻ്റെ കുറച്ച് ശല്യം ഉള്ളതുകൊണ്ട് ഞാൻ സാമ്പ്രാണി കുറച്ച് പുകയ്ക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ വീട്ടിൽ സാമ്പ്രാണിയൊക്കെ പുകച്ച് വയ്ക്കുമ്പം ശരിക്കും ഒരു നല്ല വൈബാണ്. ഇതിൻ്റെ പുക കുറേയൊന്നും നമ്മൾ ശ്വസിക്കാൻ പാടില്ല. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ജസ്റ്റ് കിച്ചണിൽ വെച്ചിട്ട് പിന്നെ ഞാൻ ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കും. അപ്പോൾ ഈ കൊതുവൊക്കെ മോസ്റ്റ്ലി നമ്മളെ വീട്ടിലൊരു സൈഡിൽ കൂടെയാണ് വരുന്നത്. അടുത്തൊരു പറമ്പ് ഇങ്ങനെ ഒഴിവായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ കുറേ പ്ലാസ്റ്റിക് വേസ്റ്റും ഒക്കെ ആൾക്കാർ കൊണ്ടിട്ടിട്ട് അതിലൊക്കെ കുറേ കൊതുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഹെൽപ്സ് വെരി മച്ച് ഇങ്ങനെ സാമ്പ്രാണിയൊക്കെ പുകയ്ക്കുന്നത്. രാവിലെ പിന്നെ മെയിനായിട്ട് എൻ്റെ പണി കോഫി ആക്കാണ്. അപ്പം ഞാൻ കോഫി ഫിൽട്ടർ ചെയ്യുന്ന നമ്മളെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, സൗത്ത് ഇന്ത്യൻ കോഫി ഫിൽട്ടർ എന്ന് പറയുന്നത്, അതിനകത്ത് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇന്നും ബാർലി ഒന്ന് ആക്കി കുടിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. മെയിനായിട്ട് എന്താ വെച്ചാൽ നമുക്ക് രണ്ടാൾക്കും തീരെ സുഖമില്ല. ബാർലിയൊക്കെ വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ബോയിൽ ചെയ്ത വെള്ളത്തിലേക്ക് ഇടാം. എനിക്കിതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാകുമെന്നൊന്നും ഒരു ഓർമ്മയില്ല കേട്ടോ. പക്ഷെ എന്നാലും ജസ്റ്റ് ട്രൈയിങ്. ബിക്കോസ് മുന്നത്തെ പ്രാവശ്യം ഒന്ന് വയ്യാണ്ടായപ്പോൾ മേടിച്ച് നോക്കിയതാണ്. അന്ന് എന്നിട്ട് ഉപയോഗിച്ചില്ല. ഇപ്പോൾ ഉപയോഗിച്ച് നോക്കാം. ഈ ബാർലി വെള്ളത്തിൻ്റെ ബോയിലിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാനത് സ്ട്രെയിൻ ചെയ്തിട്ട് എടുത്ത് വയ്ക്കാൻ വിചാരിച്ചു. എനിക്ക് തോന്നുന്നു ഇതൊന്നും കൂടി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ബോയിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് കൂടുതൽ ബാർലി ഇട്ടോ എന്ന് എനിക്കൊരു സംശയം. അതൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞാൻ റൂമിലേക്ക് തന്നെ പോന്നു. റൂമിലാണെങ്കിൽ ഇവരെല്ലാവരും ചില്ല് ചെയ്യായിരുന്നു. അപ്പോൾ ഞാനും ഇവരെ കൂടെ കിടന്ന് ചില്ല് ചെയ്യാണ് ബ്രേക്ക്ഫാസ്റ്റ് ആവുന്നത് വരെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ ആക്കിയിട്ട് സായു കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും കഴിക്കും. ആ ഒരു സമയം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ 4 പേര് 4 സൈഡിലിരുന്നിട്ട് ഇങ്ങനെ ഡ്രൂൾ ചെയ്യുന്ന പണിയാണ്. ഇവരെ പുറത്താക്കിയിട്ടാണ് ഞങ്ങൾ കൂടുതലും കഴിക്കാറ്. പക്ഷേ ഇന്നിപ്പോൾ അതെവിടെ ആയിപ്പോയി. ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു. വെയിലുള്ളപ്പോഴാണെങ്കിൽ ഇവർക്കൊക്കെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളൊരു ടൈം. ഇപ്പം മഴയൊക്കെ ആയിട്ട് കുറച്ച് ഗ്ലൂമി ആയിരുന്നു. എന്താ വെച്ചാൽ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു കൂടുതൽ നേരം. പിന്നെ ഇതാ മിക്കുവിനാണ് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ വെയിലത്ത് കളിക്കുന്നത്. കുറച്ച് ലോണ്ട്രി ഉള്ളതൊക്കെ ഞാൻ എടുത്തിട്ടു. ബിക്കോസ് വെയിലുള്ളപ്പോഴാണ് ഒന്ന് വേഗം ഉണങ്ങി കിട്ടുക. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വയ്യാന്ന്. അപ്പോൾ എൻ്റെ ആക്ച്വലി പനിയൊക്കെ കുറഞ്ഞൊന്ന് സുഖമായി വന്നിട്ടേ ഉള്ളൂ. പക്ഷെ അപ്പോഴത്തേക്കും അതാ മൈ ഹസ്ബൻഡ് സിക്ക്. അപ്പം ഒരു ചൂട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു സാധനത്തിൽ ഞാൻ ഹോട്ട് വാട്ടർ ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ കിടക്കുമ്പം നമ്മളെ സോഫയൊന്നും നോക്കണ്ട, അതൊക്കെ നനച്ചിട്ട് നമ്മൾ ഫുള്ള് ഇതാക്കിയതാണ്. വെയിലത്തൊക്കെ കൊണ്ടിട്ടതാണ്. അപ്പോൾ ഇത് ഞങ്ങളെ ക്യാറ്റുണ്ട്, മാളുവിൻ്റെ 3 കിറ്റൻസാണ് ഇവർ. അപ്പോൾ ഇവർക്ക് ഇതന്നെ പണി. ഇവരിങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഏജ് ആയതുകൊണ്ട് നമ്മളെയൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക. ഇവർക്ക് ഇങ്ങനെ പിടിച്ച് കയറി കളിക്കുന്ന ഇഷ്ടം കേട്ടോ ഭയങ്കര. ഇവർ പിന്നെ നമ്മളെ ഡോഗ്സായിട്ട് ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്യുമെങ്കിലും എല്ലാവരും കൂടി ഉള്ളപ്പോൾ ഒന്നും ഇവരെ അങ്ങനെ ഒറ്റയ്ക്ക് വിടാറില്ല. ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞ് കുളിച്ചു, എല്ലാം കഴിഞ്ഞു, ലഞ്ചും കഴിച്ച് കഴിഞ്ഞിട്ടുള്ളതാണിത്. ഞാനൊരു കോഫി ഉണ്ടാക്കി കുടിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ മുകളിൽ നല്ല ഫ്രോത്തൊക്കെ വന്നിട്ടുള്ള കോഫി. എനിക്ക് കോൾഡായിട്ട് കുടിക്കുന്ന ഏറ്റവും ഇഷ്ടം. ഇത് പിന്നെ ഈവനിങ് ആയി. ആൻഡ് ഞാനും സൂക്കിയും മിക്കുവും കൂടിയാണ് ഈവനിങ്സ് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാറ്. ഇപ്പം മഴ ആയതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കളിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. ബിക്കോസ്
ഒരു ഒരു ഇക്കി ഫീലിംഗ് ആണ് മഴയൊക്കെ ആകുമ്പോഴത്തേക്കും. പിന്നെ നമ്മളവിടെ വീട്ടിൻ്റെ അടുത്ത് കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടും നമ്മളങ്ങനെ അത്രയ്ക്ക് പുറത്തിറങ്ങാറില്ലായിരുന്നു. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ഇത് നമ്മളുടെ ഒരു ഈവനിങ് ടൈമിൽ ഇതാ മാളുവിനെ ഇവരെല്ലാവരും കൂടി വെറുപ്പിക്കുന്നതാണിത്. ഇപ്പം മാള് പുറത്തൊക്കെ പോയി വന്നാൽ ഇവർക്ക് ഭയങ്കര ഇഷ്ടം മാറുവിനെ എങ്ങനെ വെറുപ്പിക്കാൻ. പക്ഷെ എന്നാലും അവൾ അതൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കും കേട്ടോ. സോ ദാറ്റ് വാസ് ആ ഡേ. ബൈ യു ഗൈസ്.